പൂക്കളാ പൂക്കളുണ്ടാക്കിയോ? ഇസാക്ക് പറഞ്ഞത് മനസ്സിലായോ എന്ന് അറിയില്ല കേട്ടോ. എന്നാലും ഞാൻ പറയാം. ഇസാക്കിൻ്റെ അടുത്ത് ഞാൻ പൂക്കളിടാന്ന് പറഞ്ഞപ്പോഴേ അവൻ അപ്പാപ്പൻ്റെ അടുത്ത് പോയിട്ട് പറയണതാണ് കേട്ടോ, നമുക്ക് പൂക്കളിടാം. അപ്പം അപ്പാപ്പൻ ആന്ന് പറഞ്ഞപ്പോൾ എന്നാൽ അവിടെ നിന്ന് എനിക്ക് ഊഞ്ഞാലുമെന്ന് എനിക്ക് എന്നാലല്ലേ പൂക്കളിടാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് അവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോഴത്തേ ഞങ്ങൾ പള്ളിയിലിട്ട പൂക്കളത്തിൻ്റെ ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ, നമ്മൾ അരിഞ്ഞൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ബാക്കിയാണ് കേട്ടോ ഞാൻ ഞങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ ഞാൻ അതാണ് ഇട്ടുകൊണ്ടിരിക്കുന്നത്, അതാണ് ഇടാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. പിന്നെ വലിയ കാര്യത്തിൽ ഡിസൈനും കാര്യങ്ങളൊന്നും ഇല്ല, നമ്മുടെ ടൈലിൻ്റെ തന്നെയുള്ള ഡിസൈനില്ലേ, അതാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതാകുമ്പോൾ പെട്ടെന്ന് പരിപാടി കഴിയുമല്ലോ. അല്ലെങ്കിൽ ഞാൻ പിന്നെ ചോക്കൊക്കെ ഇട്ട് വരച്ച് ഡിസൈനൊക്കെ ഉണ്ടാക്കാൻ നിൽക്കണം, ചിലപ്പോൾ അത് റെഡി ആവില്ല. ഇതാകുമ്പോൾ കറക്റ്റായിട്ട് ടൈലിൻ്റെ ആ ഒരു കഷ്ണത്തിൽ ഇടാനാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. പിന്നെ ഞാൻ അങ്ങനെ വിചാരിച്ച് ഇതൊക്കെ ക്ലീനാക്കി ഇട്ട് ഒരു കുറച്ചായപ്പോൾ പിന്നെ ഇസാക്ക പറഞ്ഞു കുറച്ചുകൂടി വലുത് വേണം, വലിയ പൂക്കളം വേണം, അപ്പം ഇട്ട മാതിരി. അവിടെ പള്ളിയിൽ ബിബിയാണ് ഇട്ടത് പൂക്കളം കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ അപ്പം ഇട്ടാൽ മാതിരി എന്നെ വലുത് ഉണ്ടാക്കണം എന്നാണ് കേട്ടോ അവ പറയണത് കേട്ടോ. അങ്ങനെ ഞാൻ പിന്നെ വലുപ്പം വെപ്പിച്ച് കുറച്ചും കൂടി വട്ടത്തിലൊക്കെ ആക്കിയിട്ട് ഞാൻ പിന്നെ റെഡിയാക്കി എടുത്തു കേട്ടോ.